ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് 10 മണിയുടെ കളക്ഷൻസും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നടേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 10 മണിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ബുക്കിംഗ് എടുക്കുന്നവരെല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നമ്മൾ 500-ലധികം ഓർഡറുകളാണ് കേട്ടോ നമ്മൾ എടുത്തതും. ഇന്നിപ്പോൾ ഒട്ടുമിക്ക എല്ലാ പ്ലാൻസും ഇന്ന് ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ ഓർഡർ പ്രകാരം അയച്ചു കൊടുക്കും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കൊക്കോപിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കൊക്കോപിറ്റ് നമ്മളങ്ങനെ ജസ്റ്റ് കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ നടുന്നിവിടെ കാണിക്കുന്നത്. അതിങ്ങനെ അടർത്തിയിട്ടിട്ട് വെള്ളം നനച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാത്രത്തിനകത്തേക്ക് ഈ കൊക്കോപിറ്റ് അങ്ങനെ ഇട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ അടർന്ന് നമുക്ക് സാധാ ഉപയോഗിക്കാൻ പാകത്തിന് വരും. എന്നിട്ട് നമ്മൾ ഇത് നന്നായി നനച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പെർലൈറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. പെർലൈറ്റിൻ്റെ ഉപയോഗം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തണ്ട് ചീഞ്ഞ് പോകാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ കുറച്ച് പെർലൈറ്റ് പോട്ടി മിക്സിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മണ്ണൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചകിരിച്ചോറ് മാത്രം ഇട്ട് നമ്മൾ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നത്. ചകിരിച്ചോറാകുമ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് വരില്ല, വളരെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർലൈറ്റ്. ഈ പെർലൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഓരോ കവറുകളിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കവറുകളിലാണ് ഇനി കുഞ്ഞ് 10 മണി നമുക്ക് ഒരുപാട് നീളത്തിലൊന്നും വെക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന 10 മണിയുടെ ഒരു തണ്ടിനെ തന്നെ നമുക്ക് 3ഓ 4ഓ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് നടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയ കുറച്ച് 10 മണിയുടെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് 10 മണിയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് നമ്മളോട് പറഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഇന്നും നമുക്ക് കഴിഞ്ഞ വീഡിയോസിനകത്തെ ബുക്കിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ 10 മണിയാണ് എങ്ങനെയാണെന്ന് നമുക്കും ഓർമ്മ വരില്ല. നമ്മൾ 10 മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലൈറ്റ് കുറവായിരിക്കും കേട്ടോ. നമ്മളിത് അത്യാവശ്യം ഒരു 6 മണി 7 മണിക്കൊക്കെ രാത്രി എടുത്തൊരു വീഡിയോ ആണ്. നമുക്ക് പകലെല്ലാം പാക്കിങ്ങും കാര്യങ്ങളും നടക്കുമ്പോൾ ഈ ഒരു സമയമാവും കേട്ടോ നമുക്ക് ഈ നടുന്ന പരിപാടികളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പരമാവധി പ്ലാന്റ്സ് ഒന്നും എങ്ങനെ നടാം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്യാത്തത്. ഇതിപ്പോൾ നമുക്ക് 2-3 പേര് ആന്തൂറിയത്തിൻ്റെയും നമ്മുടെ 10 മണിയുടെയും നടീലിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഗ്രോ ബാഗുകളാക്കി എടുത്ത് അതിനകത്തേക്ക് ഇട്ട്, ഗ്രോ ബാഗിന് നമുക്ക് ഒരുപാട് പൊക്കുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു പകുതി ഭാഗമൊക്കെ ആക്കിയിട്ട്, അതല്ലെങ്കിൽ ആ ഗ്രോ ബാഗ് ഫുള്ള് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ അതിനും ഒരുപാട് ചകിരിച്ചോറ് അങ്ങനെ നമുക്ക് വേസ്റ്റായി പോകും. 10 മണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേരടിയിലേക്ക് പോകാത്ത ചെടിയാണല്ലോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു പ്ലാന്റ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമുക്ക് അതിനകത്ത് മുട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മുടെ ഈ ചെടി വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ കവറ് നമ്മൾ അടിയിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ആ മടക്കി വെച്ച ഭാഗം ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ പൊക്കി എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കളറുകളിലുള്ള 10 മണികളാണ് ഇനി നമുക്ക് സെയിലിനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത്. ഇതിനകത്തും നമുക്ക് 20 കളേഴ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ 20 കളേഴ്സ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 360 രൂപയാണ് കേട്ടോ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി വെറൈറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് മഴക്കാലം വരുമ്പോഴാണ് ഈ 10 മണിക്ക് ഒരിത്തിരി ബുദ്ധിമുട്ട് വരിക. നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് മഴ ചെടിയിലേക്ക് വീഴുമ്പോൾ തണ്ടൊക്കെ ഒടിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് മഴ കൊള്ളാത്തടത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. 10 മണിയൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ ബോർഡറായിട്ട്, ഗാർഡൻ്റെയൊക്കെ ബോർഡറാക്കി സെറ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ. അതും മിക്സ് ചെയ്തിട്ട് പല കളറുകളും നമുക്ക് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി അടുത്ത വരുന്നത് നമുക്കൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കും അതിൻ്റേതായ രീതിയിൽ കുറഞ്ഞ പരിമിതിയിൽ നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട്
നമുക്ക് എത്ര സ്ഥലമുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓരോ വെറൈറ്റി 10 മണിയിലും നമ്മൾ 3ഓ 4ഓ കട്ടിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് കവർ ചെയ്യും. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പറിനകത്ത് കവർ ചെയ്തിട്ടൊക്കെയാണ് നനച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ട് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് അയച്ചു എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുക. അത് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രയും മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന 10 മണികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചോളൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.